ഒത്തിരി ബഹുമാന്യനായ ലിയാഖത്ത് സഖാഫി ഉസ്താദ് അവരുകളെ, ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, സുഹൃത്തുക്കൾ, ഉസ്താദ് ഇന്ന് ബഹുമാന്യനായ ഫരീദ് ബാബാക്കാരന്റെ മരണത്തിന് ശേഷം ഇർഷാദിയയിൽ നടത്തുന്ന അനുസ്മരണ ചടങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചു. സത്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:30 മണിയോട് കൂടിയിട്ടാണ്, രാവിലെ തന്നെ ഉസ്താദ് അതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് നൽകിയിരുന്നെങ്കിൽ ഒരു 1:30 മണിയോട് കൂടിയിട്ടാണ് ആ മെസ്സേജ് ഒന്ന് ശ്രദ്ധിച്ചത്. 2 കാര്യങ്ങൾ കൊണ്ടാണ് കുറെ വൈകിട്ടാണെങ്കിലും ഇവിടേക്ക് ഓടിയെത്താൻ ശ്രമിച്ചത്. ഒന്ന്, മുണ്ടക്കയത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, മത പുരോഗമനപരമായ കാര്യങ്ങളിലൊക്കെയും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഇർഷാദിയ അക്കാദമിയാണ് ആ പരിപാടിയുടെ സംഘാടകർ എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് പ്രധാനമായും ഈ ചടങ്ങിലെത്താൻ ശ്രമിച്ചത്. രണ്ടാമത്തേത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ ബഹുമാനനായിരുന്ന, ഒരുപാട് സ്നേഹിക്കാനും ഒരുപാട് സ്നേഹിക്കപ്പെടാനും ഒക്കെ വലിയ മനസ്സ് കാണിച്ചിരുന്ന ഒരു മഹാമനുഷ്യന്റെ അനുസ്മരണവും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുമാണ് ഈ ചടങ്ങിൽ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ 2 അർത്ഥത്തിലും എന്തുകൊണ്ടും വളരെയേറെ ഗുണകരമായിട്ടുള്ള, ഒത്തിരി പ്രാധാന്യമുള്ള ഒരു മഹനീയമായ ചടങ്ങിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ 2-ാം തീയതി ഞായറാഴ്ച കല്യാണം, നമ്മുടെ തട്ടാമ്പറമ്പിൽ ഷാജി സാഹിബിന്റെ മോളെ കല്യാണം എറണാകുളത്ത് നടക്കുമ്പോൾ അതിന്റെ തൊട്ട് തലേന്ന് 1-ാം തീയതി പാലായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ചടങ്ങ്, നമ്മളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അവിടെ ഒന്നിച്ചു കൂടി ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമായും പുറത്തു നിന്ന് ആരും ഇങ്ങനെ വെറുതെ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബഹുമാന്യനായ ഫരീദ് ബാബാക്കാനാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തി ഉൾപ്പെടെയുള്ള അവരുടെ തറവാട്ടിലുള്ള കുടുംബത്തിലുള്ള കുറെ ആളുകളുമായി ഒന്നിച്ച് തൊട്ടടുത്ത ദിവസം ഉംറയ്ക്ക് പോവുകയാണ്. അതിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷം ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുജത്തിയുടെ വീട്ടിൽ നടന്ന ഉംറയ്ക്ക് മുമ്പായിട്ടുള്ള ദുആയിൽ ഞാൻ കുടുംബസമേതം, ഭാര്യ ഉൾപ്പെടെ മക്കൾ ഉൾപ്പെടെ കുടുംബസമേതം പങ്കെടുത്തതുമാണ്. ഈ പിറ്റേ ദിവസം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കിന്റെ ഒത്തും അല്പം അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി. പോയിട്ടിനോട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഉംറയ്ക്ക് പോവുകയാണ്, അടുത്ത ദിവസം തന്നെ യാത്രയാവും. ഞാനുമായി എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാന്യനായ ഫരീദൻ. അദ്ദേഹം മാറ്റിക്കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഉംറയ്ക്ക് പോവുകയാണ്, ജലാൽ സാഹിബിനോട് ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യാം, ഞങ്ങൾക്കൊക്കെ നന്നായി പോയി വരാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ജലാൽ സാഹിബിന് ദുആ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞത് ഞാനിപ്പോഴും നന്നായി ഓർക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ ഉസ്താദ് ഈ ഫരീദ് നമ്മുടെ പാണക്കാട് പോകുന്നതിനെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞു. എനിക്കൊന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് കോട്ടയത്ത് നിന്ന് ഒരു മീറ്റിംഗ്, ഞാനിവിടെ നിന്ന് തനിച്ചാണ് പോയത്. കോട്ടയത്തെ മീറ്റിംഗ് കഴിഞ്ഞ അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയാണ്? ഞാൻ തനിച്ചേ ഉള്ളൂ, എന്നാൽ എന്റെ ഞാൻ കാറിലാണ് വന്നത്, നമുക്ക് തിരിച്ചൊന്നിച്ച് പോകാം. മരിക്കാനിലുള്ള നസീർ സാഹിബ്, വേറെ ഒരു അദ്ദേഹത്തിന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയില്ല, മറ്റൊരാളും കൂടി തിരികെ വരുമ്പോൾ ഞങ്ങൾ 4 ആളുകളുണ്ട്. ഈ നസീർ സാഹിബ് വണ്ടി ഓടിക്കുന്നു, പരിതൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പൊൻകുന്നത്ത് എത്തിയപ്പോൾ ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. പൊൻകുന്നത്ത് വന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച യാത്ര ജലാൽ സാഹിബിനായിട്ട് ഒന്നിച്ചാകാം. എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് പാണക്കാട് പോകണം. ഉസ്താദിപ്പോടെ പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു, എനിക്കൊന്ന് പാണക്കാട് പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഇരിക്കുന്ന 3 ആളുകളെയും കൂട്ടി ജലാൽ സാഹിബിനോട് കൂടെ എന്ന് പറഞ്ഞു. തങ്ങളുമായി നേരിട്ട് അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്കും തങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ആളും പരിചയമുള്ള ആളെന്നുള്ള നിലയ്ക്കും ജലാൽ സാഹിബിനെ ഞങ്ങളിവിടെ കൂട്ടി വളരെ പെട്ടെന്ന് പോകാൻ കഴിയുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് പാണക്കാട് പോകണം എന്ന് പറഞ്ഞു. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. എന്തായാലും ഉംറയ്ക്ക് ഞാൻ ഈ പറഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തുമായി അവസാനം കണ്ട സമയത്തും ഇതൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ യാത്ര ഉംറ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം കഴിയുമെങ്കിൽ റംസാന് മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകണം എന്നുകൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പിരിയുന്നത്. അന്നാണ് അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി ഞാൻ കാണുന്നത്. എന്തായാലും പടച്ച തമ്പുരാൻ അതിനുള്ള ഒരു ഭാഗ്യം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ പുണ്യമായ ഒരു കാര്യം, അതിനേക്കാൾ എത്രയോ മഹത്തരമായ ഒരു കാര്യം പാണക്കാട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മരണമാണ് അത്തരത്തില് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ
കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ മരണം. മക്കയില് ഹജ്ജിന് പോയിട്ട് ഹജ്ജിന്റെ വേളയിൽ മരണപ്പെടുക, അവസാനം മദീനയിൽ അടക്കം ചെയ്യപ്പെടുക. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പാണക്കാട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ കുറിച്ചാണ്. നമ്മുടെ തൊട്ടടുത്ത സമീപ പ്രദേശത്ത് മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് എത്രയോ മഹാന്മാർ അടക്കം ചെയ്യപ്പെട്ടുള്ള സ്ഥലത്ത് മുണ്ടക്കയത്ത് നിന്ന് പോയി പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിച്ച് അതിനുശേഷം വന്നു ഒരു വെള്ളിയാഴ്ച രാവിലെ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് മരണപ്പെടാനും മദീനയിൽ തന്നെ അടക്കം ചെയ്യപ്പെടാനും കഴിയുന്ന ഒരു മഹാഭാഗ്യം. എനിക്ക് തോന്നുന്നു പക്ഷേ മുസ്ലിമായി ജനിച്ച് വിശ്വാസികളായി ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ബഹുമാനനായ ഫരീദ് ബാബാഖാനക്ക് ലഭ്യമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സുലഭമായ ഒരവസരം, പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം നാളെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും നമ്മോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഫരീദ് ബാബാഖാൻ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള ഒത്തിരി സേവനങ്ങൾ അതൊക്കെയും പുണ്യമായ ഒരു അമലാക്കി അതിനുള്ള പ്രതിഫലം പരലോകത്ത് സർവശക്തനായ റബ്ബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക്, മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ഭാരവാഹി എന്നുള്ള നിലയ്ക്ക്, മുണ്ടക്കയത്തെ നമ്മുടെ രാജൻ ബാബു ഫൗണ്ടേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക്, ഏറ്റവും അവസാനം CBI അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വലിയ ചടങ്ങുകളുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏത് പ്രവർത്തനങ്ങളിലും നന്നായി സജീവമായി പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യൻ. പാണക്കാട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. എന്റെ വീട് കയറി താമസവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ എന്റെ ഭവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ വന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്റെ വീട് കൂടലിന്റെ ദിവസം തങ്ങൾ വരുന്ന ആ സമയം നോക്കി അവിടെ വന്ന് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളുമായി അടുത്ത് അദ്ദേഹം ചെലവഴിച്ച നിമിഷങ്ങളൊക്കെ ഈ അവസരം എന്റെ ഭവനത്തിൽ വെച്ചാൽ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഏതായാലും പടച്ചതമ്പുരാൻ എല്ലാ അർത്ഥത്തിലും പരലോകത്തില് നല്ല വിജയം ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന, ഉയർന്ന ദർജ ലഭിക്കുന്ന മഹാന്മാരുടെ ഉൾപ്പെടുത്ത കൂട്ടത്തിൽ ബഹുമാനായ ഫരീദ് ബാബാഖാൻ അവർകളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള മഹനീയമായ ചടങ്ങുകളും അനുസ്മരണങ്ങളും ഒക്കെ സമയം തെറ്റാതെ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു പോകുന്ന ഈ നമ്മുടെ അക്കാദമിക് ഇർഷാദിയ അക്കാദമിക്കും സർവശക്തനായ റബ്ബ് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഒരുപാട് മഹത്തുക്കളെ വളർത്തിയെടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇതിനെ മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അതിനായി ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.